അത് സാന്ദ്രാബോസിനെ ഒരു സമരം ചെയ്ത്, സാന്ദ്രാബോസിന്റെ കേസ് എനിക്കറിയില്ല. സാന്ദ്രാബോസ് സമരം ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ സാന്ദ്രാബോസിന് വേണ്ടി ചോദിക്കാൻ ആ പ്രസ്ഥാനത്തിന് ആർജവം ഉണ്ടാവില്ല. അല്ല, ആ പ്രസ്ഥാനത്തിന് ആർജവം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞോട്ടെ, ആ പ്രസ്ഥാനത്തിന് ആർജവം ഉണ്ടാകില്ല. രാഷ്ട്രീയ സമരം ചെയ്ത ഒരാളെ അയാൾ നിരവധി ദിവസം ഈ സ്റ്റേഷൻ അവൈലബിൾ ആയിട്ട്, സ്റ്റേഷൻ ലിമിറ്റിൽ അവൈലബിൾ ആയിട്ട് പിന്നെയും വന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ്, വീട് വളഞ്ഞുകൊണ്ടുള്ള അറസ്റ്റ്, അതെന്തിനാ വീട് വളഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ സാഹചര്യം എന്താ? താങ്കൾ പറ. തെളിവുകൾ എന്ത് തെളിവാ കിട്ടിയത്? സമരത്തിൽ നിന്ന് ഒരു സമരമാണല്ലോ ഞാൻ ചെയ്തത്. സമരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി അന്വേഷിക്കാനില്ലല്ലോ. അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ കവർ ചെയ്ത വിഷ്വൽസ് അല്ലാതെ വേറെ ഏതെങ്കിലും തെളിവുകളുണ്ടോ? അപ്പൊ അത്ര തെളിവുകൾ, അത്ര വിഷ്വൽസ് ഇവർക്ക് ലഭ്യമായിട്ട് ഞാൻ വീട്ടിൽ പോയ ആദ്യത്തെ ദിവസത്തെ തന്നെ ചൂസ് ചെയ്തു. എനിക്ക് നോട്ടീസ് എന്നാൽ ഞാൻ ഹാജരാകില്ലേ? ഏത് യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആളുകളെയാണ് മുൻപ് ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സമരത്തിന്റെ പേരിൽ? സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന PK ബിജുവിനെ കൈവിലങ്ങ് വെച്ചാണ് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്. രാഹുലിനെ എവിടുന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലീസിന്റെ വിവേചന അധികാരമാണ്. രാഹുൽ ഈ സ്റ്റേഷൻ പരിധിയിലുണ്ടായിരുന്നു, സമരങ്ങളിൽ വീണ്ടും പങ്കെടുത്തു എന്ന് പറഞ്ഞ അപ്പൊ അറസ്റ്റ് ചെയ്യണമെന്നില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിയെ രാഹുൽ അക്യൂസ്ഡ് ആണ്. അക്യൂസ് നമ്പർ 4 ഉള്ള ആളിനെ എവിടുന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലീസിന്റെ വിവേചന അധികാരമല്ല. അത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ രാഹുലുള്ള ഒരു പൊതുപരിപാടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. അത് എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസല്ലേ രാഹുൽ തീരുമാനിക്കുന്നത്. അത് രാഹുൽ എന്നെ വീട്ടിൽ നിന്ന് ആണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. PK ബിജുവിനെ അറസ്റ്റ് ചെയ്യുന്നത് സമരസ്ഥലത്തു നിന്നാണ്. വ്യത്യാസമുണ്ട്. സമരസ്ഥലത്തു നിന്നാണ് PK ബിജുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്റെ വീട്ടിൽ നിന്നാണ്. ഇനി അങ്ങ് എത്രയൊക്കെ വെള്ളം പൂശാൻ ശ്രമിച്ചാലും ഈ പോലീസിന്റെ സർക്കാരിന്റെ മേത്തുള്ള ചെളി അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഡിറ്റർജന്റ് കൊണ്ട് കഴുകിക്കളയാന്ന് വിചാരിക്കണ്ട. കാരണം ഇത് നമ്മുടെ രണ്ടുപേരുടെ ആർഗ്യുമെന്റ് ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ. എന്റെ ആർഗ്യുമെന്റും അങ്ങ് പോലീസിന്റെ മുകളിൽ ഡിറ്റർജന്റ് ആയിട്ട് വെക്കുന്ന ആർഗ്യുമെന്റും പബ്ലിക്കിന് മുന്നിലുണ്ട്. അങ്ങയുടെ ആ ഡിറ്റർജന്റ് പ്രയോജനം ചെയ്യില്ല. അത്രമാത്രം എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി ഒരു മാധ്യമ സുഹൃത്ത് എന്ന നിലയിൽ അങ്ങയോട് ഉപദേശിക്കാനായിട്ടുള്ളൂ. രാഹുലിന്റെ ഉപദേശം ഞാൻ സ്നേഹത്തോടെ ഞാൻ രാഹുലിനോട് ചോദിക്കുന്നത്, രാഹുൽ ആവർത്തിച്ച് പറയുന്നു രാഹുലിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. രാവിലെയാണ് രാഹുലിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങളും അംഗീകരിക്കുന്നു. വീട്ടിൽ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അതൊക്കെ ഒരു ശരിയല്ല, ഒരു കീഴ്വഴക്കം ശരിയല്ല. പക്ഷേ ഒരു അക്യൂസ് രാഹുൽ പോലീസിന്റെ മുമ്പിൽ അക്രമം നടത്തിയ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയാം. അതായത് ഞാൻ അക്യൂസ് നമ്പർ 4 ആകുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ദിവസമല്ല, ആണോ? ഞാൻ അക്യൂസ് നമ്പർ 4 ആകുന്നത് ഡിസംബർ മാസം 20-ാം തീയതി തന്നെയാണ്, അല്ലേ? ഈ ഡിസംബർ മാസം 20-ാം തീയതിക്ക് ശേഷം 9 തവണ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയില്ലേ? 10 തവണ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയി. അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ ഇപ്പൊ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോ പകലാണെന്ന്, ഞാൻ സൂര്യനൊന്നും ഉദ്ദേശിച്ച് പറയല്ല, ഇപ്പൊ പകലാണെന്ന് താങ്കൾക്കും എനിക്കും ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അതിന് നമ്മൾ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിന്റെ വെട്ടത്തിന്റെ റേഷ്യോ വെച്ചിട്ട്, ലൈറ്റിന്റെ സ്പീഡ് വെച്ചിട്ടൊന്നും നമ്മൾ പറയേണ്ടതില്ല. പകലാണ്. അങ്ങേക്കും എനിക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഈ അറസ്റ്റിന്റെ മെസ്സേജ് എന്താണെന്ന് അങ്ങയെ പോലെ എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായി ഇതൊരു സ്വാഭാവിക സംഭവമായിരുന്നെങ്കിൽ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കം ഈ അറസ്റ്റ് ചെയ്ത രീതിക്കെതിരായിട്ട് വാർത്തകൾ കൊടുക്കേണ്ടി വരില്ലല്ലോ. അങ്ങ് ഏറ്റവും മിനിമം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലെ അങ്ങയുടെ എഡിറ്റോറിയൽ ബോർഡിനെയെങ്കിലും ഇത് കൺവിൻസ് ചെയ്യുക. 2, അങ്ങയുടെ ചാനലിനെ കണ്ട പ്രേക്ഷകരെയെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് പ്രസക്തിയുണ്ട്. ഞാൻ പറയട്ടെ, അതിനകത്ത് പ്രസക്തിയുണ്ട്. ജയിലിൽ കിടന്നതിനകത്ത് തെല്ലും പരാതിയില്ല. ഇനിയും ജയിലിൽ പോകാൻ തന്നെയാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ നിറയ്ക്കാനാണ് തീരുമാനം. പുതിയ ജയിലുകൾ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ പോലൊക്കെ സ്കൂളുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ ജയിലുകളാക്കി മാറ്റട്ടെ. എന്തായാലും കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. സ്കൂളുകൾ ജയിലുകളാക്കി മാറ്റട്ടെ. ഞങ്ങൾ ജയിലിൽ നിറയ്ക്കാൻ പോവാണ്. പക്ഷേ കീഴ്വഴക്കങ്ങളുടെ ലംഘനം ഉണ്ടാക്കിയിട്ടുള്ള ഏകാധിപതികളെല്ലാം ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി വക്കാലത്തെടുത്തിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകാധിപത്യത്തിനും ഫാഷിസത്തിനും എതിരായിട്ട് സംസാരിച്ചിട്ടുള്ള മാധ്യമങ്ങൾക്ക് താൽക്കാലികമായി കേസുകൾ ഉണ്ടാകാം.
താൽക്കാലികമായി നിരോധനങ്ങൾ ഉണ്ടാകാം. പക്ഷെ കാലത്തെ അതിജീവിച്ചിട്ടുള്ളത് അത്തരം സ്ഥാപനങ്ങൾ മാത്രമാണ്.